ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്ക് ആൻഡ് ഫിലിംസ്. സോ അങ്ങനെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ കണ്ടു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഗുഡ് മൂവി എന്ന് മാത്രം പറയുന്ന കാര്യം, ഇതൊരു മോശം ചിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗംഭീര ചിത്രമായിട്ടോ അല്ല എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു ഗുഡ് മൂവി എന്ന നിലയ്ക്കാണ്. ഈ പടത്തിലെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊരു മൂവിനെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് പുൾ ഓഫ് ചെയ്തതിന് പൃഥ്വിരാജിനും ദ എൻ്റയർ ക്രൂവിനും ഹാറ്റ്സ് ഓഫ്. കാരണം ഇതുപോലെ പടം ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ പടം തന്നെ ആയിരിക്കും പ്രചോദനം. കാരണം അത്രത്തോളം ഇവർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോ അതിനൊരു ഹാറ്റ്സ് ഓഫ്. സോ എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമ്പയറിംഗ് ടു ലൂസിഫർ എന്ന ചിത്രം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് എമ്പുരാനിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. ചിലർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ചിലർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ഫോർ മീ എൻ്റെ അനുഭവം അതായിരുന്നു. എന്ന് പറഞ്ഞ് ഇതൊരു മോശം ചിത്രമാണെന്നല്ല പറയുന്നത്. ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ മേക്കിംഗ് ഗംഭീരമായിട്ടാണ് ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ഈ പടത്തിലെ ഓരോ സീനിലും നമുക്ക് കാണാം. അതുപോലെയാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്ന രീതി, വിഷ്വലി അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ലൊക്കേഷൻ കംപ്ലീറ്റ്ലി. ചില സമയത്ത് നമ്മളൊരു മലയാളം മൂവിയാണോ കാണുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലൂസിഫറിൽ അറിയാം, ജസ്റ്റ് കേരളവും പിന്നെ ക്ലൈമാക്സ് അല്ലെങ്കിൽ കുറച്ച് സമയം മുംബൈ അല്ലെങ്കിൽ പിന്നെ ക്ലൈമാക്സ് കുറച്ച് സീൻസ് മാത്രമേ പുറത്തായിട്ടുള്ളൂ. പക്ഷേ ഈ മൂവീസ് ഓരോ ഒരു ഇൻ 5 seconds അല്ലെങ്കിൽ 1 minute ഇന്റർവ്യൂ ഓരോ രാജ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വിഷ്വലി ഗംഭീര ട്രീറ്റ് ആണ് ഈ മൂവി. സോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ലൂസിഫർ എന്ന മൂവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു ബഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സും വെറുതെ വന്നു പോവുകയല്ല, ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോമൺലി ഇന്ത്യൻ മൂവീസ് കാണുമ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സ് ഒന്ന് അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ഇതാണ്, നമുക്ക് അപ്പുറം കാണുമ്പോൾ തന്നെ അറിയാം ഇതേതോ ഒരു ഇന്ത്യൻ മൂവി വന്ന് കുറേ ഇംഗ്ലീഷ് ആക്ടേഴ്സ് അഭിനയിക്കുകയാണ്, ആ ഒരു പ്രതീതി നമുക്ക് കിട്ടും. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ അതങ്ങനെയല്ല. ഒരു 5 minutes ഉള്ള ഒരു ക്യാരക്ടർ ഉള്ളേ പോലും ആ ക്യാരക്ടേഴ്സിനെ ഗംഭീരമായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ആക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഫോറിൻ അല്ലെങ്കിൽ ഒരു മലയാളം പടത്തിൽ അല്ലെങ്കിൽ വന്ന് അഭിനയിക്കാന്നൊരു ഫീൽ കിട്ടുന്നില്ല. അതുപോലെയാണ് അത് ആ കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തിരിക്കുകയും ചെയ്യുക. സോ ടെക്നിക്കലി ഈ പടം ഗംഭീരമാണ്. പിന്നെ അതേപോലെ അഫ്കോഴ്സ് ലാലേട്ടൻ ഗംഭീരമായിട്ട്, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാം നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും. ഒരു കംബാക്ക് അല്ലെങ്കിൽ റിട്ടംഷൻ എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ പടം ലാലേട്ടൻ്റെ കണ്ടിരിക്കാനും പറ്റുന്നത്. സോ ടെക്നിക്കലി എല്ലാ കാര്യത്തിലും ഈ പടം ഹെവിയാണ്. പക്ഷേ ഈ ടെക്നിക്കലി പോസിറ്റീവ് പറയുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം ഈ പടത്തിൽ ഫേസ് ചെയ്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ദീപക് ദേവാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ലൂസിഫറിലും അദ്ദേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ തന്നെയാണ്. കാരണം അദ്ദേഹം പ്രീവിയസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കിടിലാണ്. പക്ഷേ ഈ പടത്തിൽ വരുമ്പോൾ നമുക്ക് പലയിടത്തും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടുമ്പോൾ ഓഡിയൻസിന് അത്രത്തോളം ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ഈവൻ ലാലേട്ടൻ എൻഡ് ടൈമിൽ പോലും ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. സോ നമുക്കറിയാം ഇപ്പോൾ ജയിലർ എന്ന സിനിമയ്ക്കകത്തെ പോലത്തെ ഒന്നും മാസ് മസാല സാധനമൊന്നും കൊണ്ട് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. കാരണം ഇതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് ടെറൈനിലുള്ളൊരു കഥയാണ്. സോ അതിനൊരു അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ടൂൺ തന്നെ വേണം. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരുന്ന ആ ടോൺ നമുക്കൊരു അല്ലെങ്കിൽ ബീജിഎംസ് നമുക്കൊരു ഫീൽ തരുന്നില്ല. അത്രത്തോളം നമുക്കൊരു ഗൂസ്പംസ് കിട്ടുന്നില്ല. ഈവൻ ലൂസിഫറിൻ്റെ ക്ലൈമാക്സ് സീനി നമുക്ക് ദീപക് ദേവ് ചെയ്താക്കുന്ന അറിയാം. പക്ഷെ അത് കിടിലായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലേ കിട്ടുന്നില്ല. ഈവൻ ലാലേട്ടൻ്റെ എൻഡ് ടൈമിലൊക്കെ നമുക്ക് ആ മ്യൂസിക് കുറച്ചുകൂടെ സെറ്റപ്പ് ആയതെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബൂസ്റ്റിംഗ് ടൈപ്പ് ആയതെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് കിട്ടും. ആ ഒരു സാധനം ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അതേപോലെയാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂർ എടുത്ത് ഉള്ള സിനിമയാണിത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈവൻ മോഹൻലാൽ വന്നതിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങളൊക്കെ നമുക്കൊരു പിന്നെ ഒരു ഇമ്പാക്റ്റ് ഇടുന്ന സീനൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴാണ് പിന്നെ പടം പിന്നെ ട്രാക്കിലേക്ക് കയറി പോകുന്നത്. സോ അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് തോന്നി. ഈവൻ ലൂസിഫറിന് അത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ നമുക്കൊരു ആ ഒരു പ്രശ്നം അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു എഡ്ജിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ലൂസിഫറിലെ പോലെ തന്നെയാണ് ഇതിനകത്ത് ലാലേട്ടൻ സ്ക്രീൻ ടൈം ഭയങ്കര കുറവാണ്. പക്ഷേ ലൂസിഫറെ നമുക്ക് ലാലേട്ടൻ സ്ക്രീൻ ഇല്ലേ പോലും ലാലേട്ടൻ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ വരുമ്പോൾ അത് അങ്ങനെയല്ല, നമുക്കത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതിങ്ങനത്തെ കുറച്ച് പോരായ്മകൾ സിനിമയ്ക്കുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ച് ഇങ്ങനെ തോന്നിയ വിഷയങ്ങളാണിത്. പിന്നെ മൊത്തത്തിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തെടുക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഡയലോഗ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഈ പടത്തിൽ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ഞാൻ പറഞ്ഞില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് ക്ലൈമാക്സിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനം കിട്ടാത്തതുകൊണ്ട് ക്ലൈമാക്സ് അത്ര ഒരു ഇമ്പാക്റ്റ് എനിക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾ ലൂസിഫർ യൂസ് ചെയ്തൊരു സെയിം സാധനം തന്നെ ഫൈറ്റ് സീൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബട്ട്
അതും ആ ഒരു രംഗം കിടിലാണ്. ബട്ട് എന്നാൽ പോലും ഒരു വേറെ എന്തെങ്കിലും കുറച്ച് മാറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അതേ സീൻ തന്നെ ഇവിടെയും കൊണ്ട് ഇട്ടിരിക്കുന്നു, പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് പക്ഷെ ഇവിടെ കിട്ടുന്നുമില്ല. അങ്ങനെ കുറച്ചൊരു കാര്യങ്ങൾ ഈ പടത്തിൽ, അത് ലൂസിഫർ പടം കണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മളൊരു മാസ് മസാല മൂവി എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല എമ്പുരാന് വേണ്ടി പോകുന്നത്. ലൂസിഫറിന്റെ മൂവി നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് ആ ലെവലിലൊരു ആ ടൈപ്പ് എക്സ്പെക്ടേഷൻ നമ്മൾ പോകുന്നത്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് പേഴ്സണലി മീറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പടത്തിൽ. എന്ന് പറയുമ്പോൾ ഇവിടെ മോശമൊന്നുമല്ല, ടെക്നിക്കലി എല്ലാം ഇപ്പോഴും കിടിലാണ്. ഇതിനകത്ത് ഓരോ സീൻസ് ആണ് ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കൂടുതൽ പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇത് നമുക്ക് പടത്തിൽ കാണാൻ പറ്റും. ഇതിനകത്ത് യൂസ് എക്യുപ്മെന്റ്സ്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ്. ഒരു VFX അങ്ങനത്തെ കാര്യങ്ങൾ തീരെ കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഇത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു പഞ്ച് ഫീൽ തരുന്ന ഒരു സീൻസ് അങ്ങനെ ഈ പടത്തിൽ തീരെ കുറവാണ് കമ്പയറിങ് ടു ലൂസിഫർ. പിന്നെ നമ്മൾ ലൂസിഫറിന്റെ ക്ലൈമാക്സ് ഖുറൈഷി അബ്രഹാം നിന്ന് ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രം നമുക്ക് തരുന്നുള്ളൂ. നമ്മൾ ആ ക്യാരക്ടർ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ അതേ ക്യാരക്ടർ ഈ സിനിമയിലേക്ക് ഈ മൂവിയിൽ ഒരു അത്യാവശ്യം സ്ക്രീൻ ടൈം തന്നെ വന്നു പോകുമ്പോൾ പോലും നമുക്ക് ആ ഒരു പഴയ പടത്തിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ഈ പടത്തിൽ കിട്ടുന്നില്ല. ബട്ട് സ്റ്റീഫൻ നെടുമുടി എന്ന ക്യാരക്ടറിലേക്ക് മോഹൻലാൽ വരുമ്പം നമുക്ക് ഒരു ഓറ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഖുറൈഷി അബ്രഹാം എന്ന ക്യാരക്ടർ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്നില്ല. നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരുന്നൊരു ഖുറൈഷി അബ്രഹാം ആ ലെവലിലേക്കല്ല സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ വരുമ്പം ലാലേട്ടൻ വരുന്നത്. പക്ഷേ സ്റ്റീഫൻ നെടുമുടി എന്ന ക്യാരക്ടർ വരുമ്പം ഒരു ഭയങ്കര ഓറ വരുന്നുണ്ട്. ആ ക്യാരക്ടർ ഈ പടത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ആ ടൈമിലാണ് ഈ പടം ഒരു വേറൊരു പീക്ക് ലെവലിലേക്ക് ഒന്ന് മാറുന്നത്. അതുവരെ നമുക്കൊരു അതിന് മാത്രം ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന സീനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് വൈസ് ഈ പടം ഗംഭീരമാണ്, ടെക്നിക്കലി കുറേ കാര്യങ്ങൾ ഗംഭീരമാണ്, പിന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമൊക്കെ കിടിലെന്നാണ്. പക്ഷേ ഒരു എക്സ്പെക്ടേഷൻ എന്ന ലെവലിൽ അത്രത്തോളം ലൂസിഫർ എന്ന സിനിമയുടെ അത്രത്തോളം ഈ പടത്തിൽ വന്നിട്ടില്ല. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ലെവലിലേക്ക് ഈ പടം എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് രംഗമാണ് ഞങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാതെ ശരിക്കും തോന്നി. കാരണം എന്താണ്, കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എക്സ്പ്രഷൻ പറഞ്ഞ BGM, ആ BGM തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാറ്റി പിടിക്കുമെങ്കിൽ തന്നെ കുറച്ചുകൂടെ ഒരു ഫീൽ കിട്ടുന്നത്. പിന്നെ ക്ലൈമാക്സ് അതേപോലെ ചെയ്യാനൊന്നുമില്ല, നോർമൽ. പിന്നെ എനിക്ക് തോന്നിയത് ഏറ്റവും വലിയ കാര്യമാണ്, കാരണം ഇത്രയും വലിയ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. സോ ടോട്ടലി ഇതാണ്, നമ്മളൊരു മോശം പടമല്ല, ഒരു ഗംഭീര പടമായിട്ടല്ല എനിക്ക് എമ്പുരാൻ ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു ഗുഡ് മൂവി എന്ന നിലയ്ക്കാണ്. ലൂസിഫർ എന്ന മൂവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു മേക്കിംഗ് എന്ന കാര്യത്തിലെല്ലാം കൊണ്ടും അല്ലെങ്കിൽ ഒരു പടത്തിനെ കൺസീവ് ചെയ്ത രീതി ഗംഭീരമാണ്. കുറച്ചുകൂടെ ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബിഗ് ടെറൈനിൽ നിൽക്കുന്ന ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എൻ്റെ ലൂസിഫറിൽ നമുക്ക് കിട്ടൊരു ഫീലും ഓഡിയൻസിൻ്റെ ഫീലും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ താഴെയായിട്ടാണ് എനിക്ക് എമ്പുരാൻ ഫീൽ ചെയ്തത്. ബട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗുഡ് ട്രൈ ആൻഡ് എല്ലാ കാര്യങ്ങളും കൊണ്ട്. കാരണം ഇതുപോലൊരു പടമൊക്കെ മലയാളത്തിൽ നിന്ന് വരിക എന്നത് ഇച്ചിരി പാടാണ്. സോ അങ്ങനെ ഒരു മൂവി എടുത്തതിന് ഗംഭീര ഒരു ഹാറ്റ്സ് ഓഫ്. പക്ഷേ പേഴ്സണലി എനിക്ക് പ്രതീക്ഷിച്ചയുടെ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ എമ്പുരാൻ എന്ന മൂവിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോ ഇനി ഇതിൻ്റെ 3rd ഭാഗം വരാൻ പോകുന്നു. സോ ഈ പടത്തിൻ്റെ ഒരു ഇത് വെച്ചായിരിക്കും. പക്ഷേ ബോക്സ് ഓഫീസ് കാര്യങ്ങളൊന്നും നോക്കണ്ട, കാരണം പടം വൻ കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യത്തിൽ നോക്കണ്ട. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ അതിന് അത്രത്തോളം കിട്ടാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു നിരാശയുണ്ട്. ബട്ട് ഓവറോൾ എ ഗുഡ് മൂവി. നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി ഇത് വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. കാരണം ഇതല്ലാതെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ റിലീസ് ചെയ്തതിന് ശേഷം കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടൊരു പടമാണ്. സോ ഇതാണ് എനിക്ക് എമ്പുരാനെ കുറിച്ച് പറയാനുള്ളത്. സോ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ. അടുത്ത വീഡിയോ വരുന്നേക്ക് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.